രാഹുലിനെയും പ്രിയങ്കയെയും വിടാതെ പിടിച്ചിരിക്കുകയാണ് യു.പി. കോൺഗ്രസ് നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബം സംസ്ഥാനത്ത് സജീവമാകണമെന്നാണ് യു.പി. കോൺഗ്രസ് ഘടകത്തിന്റെ ആവശ്യം. രാഹുൽ ഗാന്ധി, ഖാർഗെ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് യു.പിയിൽ നിന്നുള്ള നേതാക്കൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്. സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ നിന്ന് പാർട്ടിക്ക് മാന്യമായ വിഹിതത്തിൽ സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ സമീപകാല പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ SP നേതാവ് അഖിലേഷ് യാദവുമായി കടുത്ത വിലപേശൽ നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും സഖ്യത്തിനായുള്ള SP-യുടെ ശ്രമം കോൺഗ്രസ് തള്ളിയതും അഖിലേഷിനെ നേരത്തെ തന്നെ പ്രകോപിതനാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സീറ്റ് ധാരണ ചർച്ചകളിൽ അദ്ദേഹം കടുംപിടുത്തം പിടിക്കാനാണ് സാധ്യത. രണ്ടാം യു.പി. ജോഡോ യാത്രയിൽ രാഹുലോ പ്രിയങ്കയോ പങ്കെടുക്കണമെന്ന് ചില സംസ്ഥാന നേതാക്കളും അഭ്യർത്ഥിച്ചതായി യു.പി. കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അപേക്ഷ പരിഗണിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. രാഹുലും പ്രിയങ്കയും യു.പി. പാർട്ടി കാര്യങ്ങളിൽ നിന്ന് മാസങ്ങളോളം അകലം പാലിക്കുന്നത് പാർട്ടിക്ക് കൂടുതൽ ക്ഷീണം ചെയ്യുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി യു.പി. കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ആണിക്കല്ലായിരുന്നു ഗാന്ധി കുടുംബാംഗങ്ങൾ. ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ മാത്രമല്ല, 1999 സോണിയയും സംസ്ഥാനത്ത് നിന്ന് മത്സരിച്ചിരുന്നു. 2004 മുതൽ രാഹുലും അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. യു.പിയിലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള പാർട്ടിയുടെ പ്രചരണത്തിലും രാഹുൽ പ്രധാന പങ്കുവഹിച്ചു. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി SP-യുമായി കൈകോർത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഘാത് സഭകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. 2017 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കാൻ ബ്രാഹ്മണ മുഖമായാണ് മുൻ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെ യു.പിയിൽ കൊണ്ടുവന്നതെങ്കിലും പാർട്ടി പിന്നീട് SP-യുമായി സഖ്യമുണ്ടാക്കുകയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വന്നു. 2019 മുതലാണ് പ്രിയങ്ക യു.പി. പാർട്ടി കാര്യങ്ങളിൽ സജീവമാകുന്നത്. ആദ്യം AICC ജനറൽ സെക്രട്ടറിയായി ഈസ്റ്റേൺ യു.പിയുടെ ചുമതലയും പിന്നീട് മുഴുവൻ സംസ്ഥാനത്തിന്റെയും ചുമതലയും ഏറ്റെടുത്തു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രചരണത്തിന് പ്രിയങ്കയായിരുന്നു നേതൃത്വം നൽകിയത്. എന്നാൽ ഏതാനും മാസങ്ങളായി യു.പിയിലെ ഒരു പാർട്ടി പരിപാടികളിലും രാഹുലിനെയോ പ്രിയങ്കയെയോ കാണാനില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ കോൺഗ്രസിനെയാണ് നോക്കുന്നതെന്നും എന്നാൽ ശക്തമായ സീറ്റുകളിൽ ശക്തമായ സ്ഥാനാർത്ഥികളെ പാർട്ടി ഉറപ്പാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. SP-യുമായി വേഗത്തിൽ സീറ്റ് ചർച്ച പൂർത്തിയാക്കണം. രാഹുലും സോണിയയും പ്രിയങ്കയും യു.പിയിൽ നിന്ന് മത്സരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AICC മുൻ അധ്യക്ഷ സോണിയാഗാന്ധി സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കണമെന്ന ആവശ്യവുമായി തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കൾ ഇതിനിടെ രംഗത്തു വന്നിരുന്നു. സോണിയ തെലങ്കാനയിൽ നിന്നും മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് തെലങ്കാന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം തിങ്കളാഴ്ച പ്രമേയം പാസാക്കുകയും ചെയ്യുകയുണ്ടായി. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ പരമ്പരാഗത സീറ്റുകളിൽ ഗാന്ധി കുടുംബം മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ യഥാക്രമം അമേഠി, റായ്ബറേലി, പ്രയാഗ്രാജ് മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കുമെന്നാണ് UPCC പ്രസിഡന്റ് അജയ് റായ് പറഞ്ഞത്.